നിങ്ങൾ സുവിശേഷം കേട്ടതും നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടതും എല്ലാം നിങ്ങൾ തേജസ്സിലേക്ക് എൻട്രി ചെയ്യാനാണ്. ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? സുവിശേഷം അനേകരെ നീതിയിലേക്ക് തിരിച്ചുവിടും. അനേകരെ നീതിയിലേക്ക് തിരിച്ചുവിടും. അതുകൊണ്ടാണ് ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന്റെ 12-ാം അധ്യായത്തിന്റെ 2-3 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ദാനിയേൽ 12-ന്റെ 2-3 വാക്യങ്ങൾ ഒന്ന് വായിക്കാവോ? നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും. 3-ാമത്തെ വാക്യം വായിക്കാവോ? എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. രണ്ട് കാര്യങ്ങൾ പറയണം. സുവിശേഷം കേട്ട് രക്ഷയിലേക്ക് വരുന്നവരും പ്രകാശിക്കും ഭൂമിയിൽ. സുവിശേഷം കേട്ട് രക്ഷയിലേക്ക് വരുന്നവർ ഈ ഭൂമിയിൽ പ്രകാശിക്കും. സുവിശേഷം പറഞ്ഞ് അനേകരെ രക്ഷയിലേക്ക് നയിക്കുന്നവർ നിത്യതയിൽ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കും. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. അതാണ് റോമർ 8. പെട്ടെന്ന് വരണം, ഞാൻ വലിയൊരു സബ്ജക്റ്റാണ്. ഞാൻ ഇതെടുത്ത തീരുകയെന്ന് എനിക്കറിയാം. റോമർ 8:29-30. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവന്റെ സ്വരൂപത്തോട്, ദൈവത്തിന്റെ സ്വരൂപത്തോട് അനുരൂപരാകാനാണ് പുത്രനെ തന്നത്. എന്താണ് ദൈവത്തിന്റെ സ്വരൂപം? ദൈവം എന്തിലാണ് വസിക്കുന്നത്? തേജസ്സിൽ, ഗ്ലോറിയിൽ. ഹല്ലേലൂയ. അതാ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അപ്പൊ എന്തിനാണ് വിളിച്ചത്? നീതീകരിക്കാൻ. എന്തിനാണ് നീതീകരിച്ചത്? തേജസ്സിലേക്ക് നയിക്കാൻ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ശബ്ദമുയർത്തി ഒരു ആമേൻ പറയാവോ? ഹല്ലേലൂയ. നഷ്ടപ്പെട്ട തേജസ് നമ്മിലേക്ക് മടങ്ങി വരാൻ, തേജസ്സിലേക്ക് വരുമ്പോൾ മനുഷ്യൻ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അത് മുഴുവൻ അവന്റെ ലൈഫിൽ ആഡ് ഓൺ ചെയ്യപ്പെടുകയാണ്. ആദം കൊണ്ട് കളഞ്ഞത്, ഹൗവ കൊണ്ട് കളഞ്ഞത് ഇവിടെ ഈ ഭൂമിയിൽ ഒരു തലമുറ തിരിച്ചു പിടിക്കുകയാണ്. ക്രിസ്തുവിലൂടെ തിരിച്ചു പിടിക്കുകയാണ്. ദൈവത്തിന്റെ പുത്രനായ ആദത്തിന് ഈ ഭൂമിയിൽ എന്ത് അധികാരം, തേജസ്സിൽ നിന്ന് ആദത്തിന് എന്ത് അധികാരം ഉണ്ടായിരുന്നോ അതേ അധികാരത്തിലേക്ക് ഈ ഭൂമിയിൽ മറ്റു ചില പുത്രന്മാരെ ദൈവം കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. നമ്മൾ വെളിപ്പെട്ട തേജസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൊലോസ്യർ 1:27 പറയുന്നുണ്ട്. ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാദാനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അല്ലേ? എന്നുള്ളത് തന്നെ. Oh my God. To whom God would make known what is the riches of the glory of this mystery. This is a mystery among the Gentiles, which is Christ in you. Who is he? He is the hope of glory. Christ in you. ക്രിസ്തു നിങ്ങളിൽ, ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു, ഇരിക്കുന്നു. അവൻ ആരാണ്? He is the hope of glory. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ കർത്താവിനെ പൗലോസ് അപ്പോസ്തലൻ സംബോധന ചെയ്തത് മുഴുവൻ അതുമായിട്ട് കണക്ട് ചെയ്ത 1 കൊരിന്ത്യർ 2:8 വാക്യത്തിൽ അതിന്റെ 6, 7, 8 വാക്യങ്ങൾ വായിക്കണം. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ നിങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനം അല്ല, നശിച്ചു പോകുന്നവരായി ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവും അല്ല. 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. ജഡത്തിൽ നടക്കുന്നവനൊന്നും ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. അവിടെ യേശു കർത്താവിന് കൊടുത്തിരിക്കുന്ന പേര് തേജസ്സിന്റെ കർത്താവ്.
അതേ അപ്പോസ്തലൻ ആത്മാവിൽ കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ആ ഹോപ്പ് ഓഫ് ഗ്ലോറി, ആ തേജസ്സിന്റെ കർത്താവ് ഇന്ന് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. ദൈവമക്കളെ, യഥാർത്ഥമായി ക്രിസ്തുവിൽ ഞാൻ ആരെന്ന് തിരിച്ചറിഞ്ഞാൽ, യഥാർത്ഥമായി എന്നിൽ വന്ന ദൈവത്തിന്റെ ഗ്ലോറി എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ, അത് നമ്മുടെ ശുശ്രൂഷയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു വ്യക്തികൾക്കും പിന്നെ ഇമ്പോർട്ടൻസ് ഇല്ല. അവിടെ ഒരു മനുഷ്യന്റെ പേരുമല്ല ഉയരപ്പെടുന്നത്. ദൈവ മഹത്വം യഥാർത്ഥമായി വെളിപ്പെടാൻ തുടങ്ങിയാൽ നിശ്ചയമായിട്ടും സൂപ്പർ നാച്ചുറൽ റിലം എല്ലാം അതിനകത്തായിരിക്കുന്നേ. കംപ്ലീറ്റ് പ്രകൃതിയാതീതമായ അത്ഭുതങ്ങൾ കാണാൻ ഭാരതം, കേട്ടോ, പ്രകൃതിയാതീതമായ അത്ഭുതം കാണാൻ ഭാരതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സഭ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ വെളിപ്പെടേണ്ടത് മഹത്വത്തിന്റെ ശുശ്രൂഷയാണ്, ഗ്ലോറിയസ് മിനിസ്ട്രിയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ മോശ ദൈവത്തോട് ചോദിച്ച ചോദ്യം, ഞാൻ വീണ്ടും അതിലേക്ക് വരികയാണ്. പുറപ്പാട് 33, പെട്ടെന്ന് എടുത്തോ. പുറപ്പാട് 33 അതിന്റെ 20 മുതൽ വായിക്കണം. 20 മുതൽ വായിക്കണം. നിനക്ക് എന്റെ മുഖം കാണാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോട് ഇരിക്കുകയില്ല എന്നും അവൻ കൽപ്പിച്ചു. ഇതാ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി, ഞാൻ കടന്നു പോകുവോളം എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. നോക്കിയേ, മോശ, എല്ലാവരും എന്നെ ശ്രദ്ധിച്ച് കേട്ടോണം. ആ ബൈബിൾ ഒന്ന് മാറ്റി വെച്ചേ, ഒന്ന് അടച്ചു വെച്ചേ. ശ്രദ്ധിക്കാതെ പോയത് പിടികിട്ടുകയില്ല. മോശ ദൈവത്തോട് പറയുന്നു, ദൈവമേ എനിക്ക് അങ്ങേ കാണണം. പുള്ളിയുടെ കൊതിയാണ്. മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെല്ലാം അങ്ങനെയുള്ള പ്രാർത്ഥനയാണ്. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ദൈവമേ നിന്റെ മഹത്വം എന്നെ കാണിക്കണം, ദൈവമേ നിന്നെ എനിക്ക് കാണണം. ഇതായിരുന്നു മോശയുടെ പ്രാർത്ഥന. അതുകൊണ്ട് നമുക്ക് പറയണ്ട, മോശ പ്രാർത്ഥിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്. എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം, അങ്ങയുടെ മഹത്വം എനിക്ക് വെളിപ്പെടുത്തണം. അപ്പൊ ദൈവം പറഞ്ഞു, നിനക്ക് എൻ്റെ മുഖം കാണാൻ പറ്റുകയില്ല, എൻ്റെ ഗ്ലോറി, ആ ഒരു തേജസ് കാണാനുള്ള ശക്തി നിന്റെ കണ്ണിനില്ല. ഇതൊരിക്കൽ അറിഞ്ഞോ അറിയാതെ ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ പൗലോസിന്റെ കണ്ണയിലൊന്ന് അടിച്ചു. പുള്ളി അടിച്ച് താഴെ വീണു. പിന്നെ പ്രത്യേകമായി കണ്ണ് തുറന്ന് കാഴ്ച ഉണ്ടാകാൻ അപ്പോസ്തലൻ വന്ന് പ്രാർത്ഥിക്കേണ്ടി, അനന്യാസ് വന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നു. പുള്ളിയുടെ കണ്ണടിച്ചു പോയി. ജസ്റ്റ് ഒരു ക്യാമറയുടെ ഫ്ലാഷ് അടിക്കുന്ന പോലെ അടിച്ചതേ ഉള്ളൂ. ജസ്റ്റ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ തമ്പുരാന്റെ മുമ്പിലാണ് ഇരിക്കുന്നതെന്നുള്ള ബോധ്യമുള്ളവർക്കായി സ്തോത്രം. പൗലോസ് ഒന്ന് ഒരു ഭിന്നായം പോലെ മുമ്പിലേക്ക് പോയതേ ഉള്ളൂ. പുള്ളിക്ക് എഴുതാവുന്ന രീതി പുള്ളി പറഞ്ഞു, സൂര്യനേക്കാൾ വെല്ലുന്ന ഒരു പ്രകാശം. ഈ ഞങ്ങളൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈവനിങ് ടൈമൊക്കെ ആകുമ്പം നേരെ സൂര്യപ്രകാശം ഗ്ലാസയിലോട്ട് അടിക്കുമ്പം ഞങ്ങൾ ആ ഷെയ്ഡ് താത്തു വയ്ക്കും. ഷെയ്ഡ് താത്തു വെച്ചാലും ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ചെറിയ വെട്ടേ ഉള്ളൂ. അപ്പൊ ആ സൺലൈറ്റ് സ്ട്രെയിറ്റ് കണ്ണിൽ അടിക്കാന്ന് പറഞ്ഞാൽ കണ്ണ് നോക്കാനൊന്നും പറ്റുകയില്ല നമുക്ക്. ആ സൂര്യനെ വെല്ലുന്ന അതിന്റെ ഇരട്ടിയുള്ള വെളിച്ചമാണ് പുള്ളിയുടെ കണ്ണയിൽ അടിച്ചെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തേ, ആ ദൈവത്തിന്റെ മുമ്പിലെ വന്നില്ലയോ എന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്നേ. പ്രൈസ് ഗോഡ്. ആ വെളിച്ചമാണ് പുള്ളിയുടെ പൗലോസിന്റെ കണ്ണയിൽ അടിച്ച് പുള്ളി താഴെ വീണ് കാഴ്ച പോയത്. ദൈവം പറഞ്ഞു, എന്നെ കാണാനുള്ള കപ്പാസിറ്റി നിന്റെ കണ്ണിനില്ല. ഉടനെ ദൈവം പറയുകയാണ്, ഞാനൊരു വഴി പറഞ്ഞുതരാം. ഇതാ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ നീ പാറമേൽ നിൽക്കണം. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ, and it shall come to pass while my glory, എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ ഒരു പാറയുടെ പിളർപ്പിലാക്കി, ഞാൻ കടന്നു പോകുവോളം എന്റെ കൈ കൊണ്ട് മറയ്ക്കും. എന്ന് പറഞ്ഞാൽ നീ ഒരു പാറയുടെ പിളർപ്പിനകത്തിരുന്നാൽ നിനക്ക് ഈ ഗ്ലോറി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഏതായിരുന്നു ആ പാറ? ഏതായിരുന്നു ആ പാറ? ദൈവത്തിന്റെ തേജസ് നിനക്ക് കാണുവാൻ, ദൈവത്തിന്റെ തേജസ് നിനക്ക് അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ തേജസ് നിനക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ ആ പിളർന്ന പാറ ആരായിരുന്നു? അത് യേശുവായിരുന്നു. പിളർന്നതാം പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. ദൈവമക്കളെ, മോശയോട് ദൈവം പറഞ്ഞു,
എന്നെ നിനക്ക് അങ്ങനെ കാണാൻ പറ്റുകയില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയില്ല. ഒരു വഴിയുണ്ട്, ആ പിളർന്ന പാറയുടെ ഇടയിൽ കയറി. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. ഇത്ര വലിയവനായ മഹത്വത്തിന്റെ ദൈവത്തെ, പൗലോസിന്റെ മുമ്പിൽ ഈ ദൈവം റിയലായിട്ട് വെളിപ്പെട്ടതും പുള്ളിയുടെ കാഴ്ച അടിച്ചു പോയി. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമാണ് ഈ ദൈവം. ആ കർത്താവിന്റെ ശുശ്രൂഷയൊക്കെ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടതാണെന്നറിയാവോ? ഇതൊക്കെ ഒരു കളിയാ. എഴുതി വെച്ചോ, ഇത് എഴുതി വെച്ചോ. ആത്മാവിൽ കിട്ടുന്ന എന്റെ ബോധ്യങ്ങൾ എന്റെ ഒപ്പം നിൽക്കുന്നവർക്ക് അറിയാം, തെറ്റിയിട്ടില്ല. എഴുതി വെച്ചോ. ദൈവിക ശുശ്രൂഷയെ, കർത്താവിന്റെ വേലയെ, ഞാൻ ഈ പറയുന്ന വിഷയത്തെ ഉദാസീനതയോടെ കാണുന്നവൻ ഈ ഫീൽഡ് വിട്ടു പോകും. ദൈവം ഇങ്ങനെ സെലക്ട് ചെയ്ത് ചിലതിനെ പിടിച്ചു മാറ്റുന്ന ഒരു സീസണിലാണ് നിൽക്കുന്നത്. ഇവിടെ ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്കും വിശുദ്ധ ജീവിതത്തിനും ദൈവവചനത്തിനും കർത്താവിന്റെ ഉപദേശ സത്യങ്ങൾക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാദാനങ്ങൾക്കും പ്രവർത്തികൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കാതെ ആത്മീക ശുശ്രൂഷകളെ ഉദാസീനതയോടെ കണ്ടിട്ട് ഒന്നുമല്ലാതായി പോകരുത്. കാരണം നിന്റെ പുറകിൽ നിന്ന് ചിലത് ഒന്നുമല്ലാത്തത് എല്ലാമായി തീരാൻ പോകുന്ന ഒരു സീസണിലാണ് നീ നിൽക്കുന്നത്. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകുന്ന ഒരു കാലഘട്ടത്തിലാണ് നീ. കൈവിടപ്പെട്ടു പോകരുത്, ഇതിനകത്ത് ഔട്ടാകരുത്. താങ്ക് യു ജീസസ്. അതെ, ദൈവ തേജസ് കടന്നു പോയപ്പോൾ, ആ തേജസ്സിനെ കാണാൻ മോശയ്ക്ക് കഴിയാതിരുന്നപ്പോൾ, ഒരു പിളർന്ന പാറയുടെ അകത്ത് ഈ ദൈവപുരുഷനോട് കയറിയിരിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. പൗലോസ് പിന്നത്തേതിൽ ആ പാറയെ കൊരിന്ത്യ സഭയ്ക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പാറ ക്രിസ്തുവായിരുന്നു. ദൈവമഹത്വം അനുഭവിക്കാൻ, കാണാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ല. യഹോവയുടെ ഗ്ലോറി ആലയത്തിനകത്ത് അല്പമായി മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര ഉടുപ്പൊക്കെ ഇട്ട് പീതരക്തം, മാണിക്യം, വൈഡൂര്യം, പുഷ്പരാഗം, നീലക്കല്ല്, ചുവപ്പ് നൂല് ഇവയാലൊക്കെ തുന്നിയ വിലക്കൂടിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് നിന്ന വലിയ താടിയും മുടിയും നരച്ച പുരോഹിതന്മാർക്ക് ഈ ഗ്ലോറിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എല്ലാം അടിച്ച് താഴെ പോയി. അതിന് ഒരു അംശം ആലയത്തിൽ വെളിപ്പെട്ടതേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ. കർത്താവേ, അവിടുത്തെ തേജസ്സിൽ നിൽക്കാൻ, ആ ഗ്ലോറിയിൽ നിൽക്കാൻ, ആ ഗ്ലോറി എന്റെ ഭവനത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ഇടയാണ്. ഞാൻ സത്യം പറയുന്നത് മെസ്സേജിന്റെ ഇൻട്രൊഡക്ഷൻ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇൻട്രൊഡക്ഷൻ പോലും ഒരു 5 or 6 സെഷൻസ് എടുത്താലും ഈ ടോപ്പിക്ക് തീരത്തില്ല. ഓൾ ബൈബിൾ കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് പ്രതിബിംബിക്കും. എല്ലാ മൂടുപടങ്ങളും ഒന്ന് മാറട്ടെ. ആ ദൈവീക മഹത്വം ഒന്ന് കാണാൻ, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. റിഫ്രഷ് മീ ലോർഡ്. ദൈവമഹത്വത്തിന്റെ ഒരു മേഖല പത്രോസ് കണ്ട സമയത്ത് പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവെ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് നിനക്കും. പത്രോസ് പറയാ, ഇവിടെ ഇരിക്കുന്നത് നമുക്ക് നല്ലത്. സമയം പോകുന്ന അറിയുന്നില്ല, നേരം പോകുന്ന അറിയുന്നില്ല. എന്നായിരിക്കും ഹെവൻ? എന്തായിരിക്കും സ്വർഗം? പാസ്റ്റർ, എന്തായിരിക്കും വെളിപ്പെടാനുള്ള തേജസ്? ഈ വെളിപ്പെടാൻ നമ്മൾ പറയത്തില്ലേ, ദൈവസന്നിധിയിൽ എത്തുമ്പോ നമ്മൾ ആ മഹത്വത്തിൽ എത്തുകയെന്ന്. എന്തായിരിക്കും വെളിപ്പെടാനുള്ള തേജസ്? അതാ പൗലോസ് പറഞ്ഞത്. ഓൺലൈനിൽ എന്നെ കാണുന്നവർ കേൾക്കണം. പൗലോസ് പറഞ്ഞു, നമ്മളിൽ വെളിപ്പെട്ടതല്ല, വെളിപ്പെട്ടത് ഭയങ്കര സാധന. പൗലോസിലൊക്കെ വെളിപ്പെട്ട ഗ്ലോറി അസാധാരണമാണ്. കണ്ണിന്റെ ഫ്യൂസ് അടിച്ചു പോകുന്ന ഗ്ലോറി ആയിരുന്നു. എന്നിട്ട് പുള്ളി പറയുക,
നമ്മളിൽ വെളിപ്പെടാനുള്ള തേജസ്, വെളിപ്പെട്ടതൊന്നും അല്ലെന്ന പുള്ളി പറയുന്നേ. നമ്മളിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ ഞങ്ങൾ സാരമില്ലെന്നുണ്ടെന്ന്. ഞങ്ങളിൽ ഇനി വെളിപ്പെടാൻ പോകുന്നത്, വെളിപ്പെട്ടതല്ല, വെളിപ്പെടാൻ പോകുന്നത്, നമ്മുടെ മേളിൽ വ്യാപരിക്കുന്ന ഒരു ഗ്ലോറി ഉണ്ട്, ഒരു തേജസ് ഉണ്ട്. ആ നമ്മളിൽ കത്തുന്ന തേജസ് കാണുമ്പോൾ ചന്ദ്രൻ നാണിക്കുക, സൂര്യൻ ലജ്ജിച്ച് നിൽക്കുക. ഓ, think about that. ആ ഫലം എന്താണെന്ന് ഓർത്തേ. എന്ന് വെച്ചാൽ നിന്റെ അത്രയും വെട്ടം സൂര്യന് തരാൻ പറ്റുന്നില്ലെന്ന്. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ അതിന്റെ 15-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട് സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. 1 കൊരിന്ത്യർ 15:40 മുതലാ സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. ഒന്ന് വായിച്ചേ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ്, സ്വർഗീയ ശരീരത്തിന്റെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. ഭൗമിക ശരീരത്തിന്റെ തേജസ് നമ്മൾ പറഞ്ഞില്ല, അത് വേറെ ലെവലാണ്, അത് വേറെ. സൂര്യന്റെ തേജസ് വേറെ, സൂര്യൻ തരുന്ന വെട്ടം വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, ചന്ദ്രൻ തരുന്ന വെളിച്ചം വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ ഒരു നക്ഷത്രത്തിന്റെ വെട്ടം അല്ല അടുത്ത നക്ഷത്രത്തിന്റെ വെട്ടം. വായിച്ചേ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ് ഉയർക്കുന്നു. അപമാനത്തിൽ ഈ ഭൂമിയിലൊക്കെ ഒത്തിരി അപമാനം സഹിച്ച്, നിന്ദ സഹിച്ച്, കഷ്ടത സഹിച്ചവരൊക്കെ അവിടെ നിൽക്കാൻ പോകുന്നത് സൂര്യനേക്കാൾ വെല്ലുന്ന തേജസ്സിനകത്താണ്. ഓ ഗ്ലോറി. ഈ ഭൂമിയിൽ വെല്ലുവിളികൾ അനുഭവിച്ചവർ, കഷ്ടതകൾ അനുഭവിച്ചവർ, നിന്ദ അനുഭവിച്ചവർ, അപമാനം അനുഭവിച്ചവർ സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു ദിനം. നീതിമാന്മാർ ആകാശമണ്ഡലങ്ങളെ പ്രഭ പോലെയും പലരെ നീതിയിലേക്ക് തിരിച്ചവർ നക്ഷത്രങ്ങളെ പോലെയും ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു തലം. എന്നിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ തേജസ്സിന്റെ അത്രയും ആ ഒരു വെളിച്ചം സൂര്യന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട്, ചന്ദ്രന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെ നോക്കി സൂര്യനും ചന്ദ്രനും കുറെ നേരം നാണിച്ചു നിന്നു. ശരിക്കും സൂര്യനെ നീ കണ്ടിട്ടുണ്ടോ അതിന്റെ വെട്ടം? അങ്ങനെയാണ് എവിടെയായി നിൽക്കുന്നേ? ഈ തേജസ്സിന്റെ കർത്താവിനെ ഞാൻ പ്രസംഗിക്കുന്നേ, ഈ തേജസ്സിന്റെ സുവിശേഷമാണ് ഞാൻ വിളിച്ചു പറയുന്നേ, ഈ തേജസ്സിന്റെ ശുശ്രൂഷയാ നീ ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഡീൽ ചെയ്യുന്ന ഡീല് ഭയങ്കര മേഖലയാന്ന് ഓർത്തോണം. ആ കൈകൾ ഉയർത്തി പിടിച്ചേ. ഒത്തിരി ഹീലിങ്സ് നടക്കട്ടെ, തന്നെ സംഭവിക്കട്ടെ. അത് കർത്താവ് നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ആത്മാവിനെയും ഒരുക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സ്പിരിറ്റിനെ ഉണർത്തട്ടെ, അപ്ലിഫ്റ്റ് ചെയ്യട്ടെ. ഓ താങ്ക് യു ലോർഡ്, ഓ താങ്ക് യു ലോർഡ്. അപമാനം സഹിച്ചവർ, നിന്ന അനുഭവിച്ചവർ, നിന്നിൽ വെളിപ്പെടാനുള്ള തേജസ്സിനെ ഒന്ന് വിചാരിച്ചേ. നമ്മളത് വിചാരിക്കാതെ പോകുന്നതുകൊണ്ടാണ് ഡൗൺ ആയി പോകുന്നേ. നിന്റെ അകത്തിരിക്കുന്ന ഹോപ്പ് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഒരു പാറയുടെ പിളർപ്പിനകത്ത് മോശ ഇരിക്കുമ്പോൾ ആ ഗ്ലോറി അവനെ പാസ് ചെയ്ത് പോകുന്നെങ്കിൽ ഇന്ന് നീ ഗ്ലോറി പാസ് ചെയ്ത് പോവല്ല, നീ ക്യാരി ചെയ്യുവാണ്. ഈ കാറിന്, ചില കാറുകൾക്ക് കാരിയർ ഉണ്ട്, ചില വണ്ടിക്ക് കാരിയർ ഉണ്ട്. അതിന്റെ മേളിൽ പെട്ടിയെല്ലാം വെച്ച് കെട്ടിക്കൊണ്ട് പോന്നേ. അതുപോലെ ദൈവ മഹത്വത്തെ വഹിക്കുന്ന, കൊണ്ടു നടക്കുന്ന, ക്യാരി ചെയ്യുന്ന ഒരു തലമുറ ദൈവത്തിന് വേണം. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ പ്രസംഗിച്ചത് ഒരു അഭിഷേകമായിരുന്നെങ്കിൽ
എന്റെ വിഷയം അഭിഷേകത്തെ കുറിച്ചോ പരിശുദ്ധാത്മാവിനെ കുറിച്ചോ ആയിരുന്നെങ്കിൽ, സ്നാനത്തെ കുറിച്ചായിരുന്നെങ്കിൽ, മറ്റേതെങ്കിലും ടോപ്പിക് ആയിരുന്നെങ്കിൽ എല്ലാവർക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എല്ലാവർക്കും സ്നാനപ്പെട്ടേ പറ്റുള്ളൂ, അഭിഷേകം പ്രാപിക്കണം, എല്ലാവരിലും പരിശുദ്ധാത്മ വരണം. പക്ഷേ ഞാൻ ഇന്നെടുത്ത വിഷയം ദൈവ മഹത്വമാണ്. അതവൻ എല്ലാവരെയും കാണിക്കില്ല, എല്ലാവരിലും വെളിപ്പെടുത്തില്ല, എല്ലാവർക്കും ആ ശുശ്രൂഷ കൊടുക്കില്ല. എന്നാൽ അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഒരു കമ്മ്യൂണിറ്റിയെ, തെരഞ്ഞെടുത്ത ഒരു കൂട്ടത്തെ ദൈവം ഈ അന്ത്യകാല ഉണർവിൽ തെരയുന്നുണ്ട്. അതിനകത്തോട്ട് നിനക്കൊന്ന് കേറണമെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിൽ ഒന്ന് പാടിയ, ആത്മാവിൽ ശബ്ദം ഉയർത്തി, പിക്ക് അപ്പ് ദ കീ. ഓ ജീസസ്.